കേരള സർവകലാശാലയിലെ തർക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു ഹൈക്കോടതി. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ സംരക്ഷകരായി സർവകലാശാല പ്രവർത്തിക്കണം. രാഷ്ട്രീയമോ മറ്റ് പരിഗണനകളോ അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല. വൈസ് ചാൻസലറെയും സിൻഡിക്കേറ്റിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. രജിസ്ട്രാറും വിസിയും തമ്മിലുള്ള തർക്കം അനഭിമിതമെന്നും ഹൈക്കോടതി പറഞ്ഞു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഏത് പശ്ചാത്തലത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്? എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? പ്രജിൻ, ഇന്ന് രാവിലെയാണ് ഡോക്ടർ കെ എസ് അനിൽകുമാർ, രജിസ്ട്രാറായ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയത്. അതിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നു. ആ ഉത്തരവിലാണ് ഹൈക്കോടതി ചില ആശങ്കകളും അതോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും ഉന്നയിക്കുന്നത്. ഹൈക്കോടതി ഈ കേരള സർവകലാശാല തർക്കവുമായി ബന്ധപ്പെട്ടാണ് ആശങ്കകൾ പങ്കുവെക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായത്തിന്റെ സംരക്ഷകരാകേണ്ടതാണ് സർവകലാശാലകൾ. അവർ ആദ്യ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. രാഷ്ട്രീയമോ മറ്റു പരിഗണനകളോ അല്ല, മറിച്ച് അക്കാദമിക് താല്പര്യങ്ങൾക്കാണ് ഈ സർവകലാശാലകൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം വി സിയും രജിസ്ട്രാറും തമ്മിലുള്ള ഈ തർക്കത്തിൽ വി സിക്കും സിൻഡിക്കേറ്റിനും അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. നിലവിൽ ഈ ഉത്തരവിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഈ വൈസ് ചാൻസലർക്കും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കത്തിൽ അത് അനഭിമിതമെന്ന് കോടതി പറയുന്നു. സസ്പെൻഷൻ തുടരേണ്ടതില്ല എന്ന് സിൻഡിക്കേറ്റിന് തീരുമാനിക്കാമായിരുന്നു. സാധാരണ ഇതൊരു തീരുമാനമെടുത്താൽ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ആ തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷേ അതിനൊരു അവസരം വി സി ഒരുക്കിയില്ല എന്നാണ് ഹൈക്കോടതി കുറ്റപ്പെടുത്തുന്നത്. അടിയന്തര ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ വി സിക്ക് അധികാരമുണ്ട്. എന്നാൽ വി സിക്ക് സിൻഡിക്കേറ്റിനെ മറികടക്കാനാവില്ല എന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുന്നു. വൈസ് ചാൻസലറുടെ കർക്കശമായ സമീപനം സർവകലാശാലയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചു എന്ന് പറയുന്നത്, അതായത് മോഹൻ കുന്നുമ്മേലിനടക്കമുള്ള വിമർശനമാണിത്. സസ്പെൻഷൻ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കിയതിനുള്ള മോഹൻ കുന്നുമ്മേൽ ഉന്നയിച്ച ന്യായീകരണം അത് നിലനിൽക്കുന്നതല്ല എന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. പക്ഷേ വി സിക്ക് ഇത്തരത്തിൽ സസ്പെൻഷൻ ഉന്നയിക്കാനുള്ള അധികാരമുണ്ടോ എന്ന അധികാരമില്ല എന്നായിരുന്നു നിലവിൽ കെ എസ് അനിൽകുമാർ നൽകിയ ഹർജിയിൽ പറഞ്ഞത്. പക്ഷെ അത് ഹൈക്കോടതി തള്ളി. എന്നാൽ ചില തീരുമാനങ്ങൾ, അത് വി സിയുടെ ചില തീരുമാനങ്ങൾ, അതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജിൻ, യെസ്, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. സർവകലാശാലകളുടെ പ്രവർത്തനത്തെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് സിൻഡിക്കേറ്റും ഒപ്പം വി സിയും ചേർന്നാണ്. പക്ഷേ ഈ രീതിയിലുള്ള തർക്കം അത് അനഭിമിതമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.